ആദ്യമായിട്ട് കടന്നു വരുന്നത്. എൻ്റെ പ്രതിസന്ധിയും പ്രശ്നത്തേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും കൂടുതലായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ 10th ലൈഫ് വരെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് എൻ്റെ ലൈഫിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ 12th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ചു. നല്ല നിലയിൽ എനിക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെ നന്നായിട്ട് കോളേജ് എനിക്ക് പഠിക്കാൻ ഇടയായിത്തീർന്നു. ലാസ്റ്റ് ഇയർ സമയത്താണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ചിലവർക്കൊക്കെ അത് റിലേറ്റബിൾ ആയിത്തീരും. കാരണം ലാസ്റ്റ് ഇയർ സമയത്താണ് എൻ്റെ പപ്പ എന്നെ വിട്ട് കടന്നു പോകാൻ ഇടയായിത്തീർന്നത്. അത് ഭയങ്കര പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. കാരണം 2024 ഡിസംബർ മാസം 8-ാം തീയതിയാണ് എൻ്റെ പപ്പ എന്നെ വിട്ട് കടന്നു പോകുന്നത്. കാരണം അതിലെനിക്ക് ഒരുപാട് ദുഃഖം തന്നെന്ന് ചോദിച്ചാൽ ഭയങ്കര പ്രതിസന്ധിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിടുവാൻ ഇടയായിത്തീർന്നത്. കാരണം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നല്ല ഹാപ്പി ആയിട്ട് എന്നോട് സംസാരിച്ചിട്ട് പോയൊരു വ്യക്തി എന്നോട് ലാസ്റ്റായിട്ട് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് 7 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ഇരിക്കണം. കാരണം തുടർന്ന് എനിക്ക് വിദേശത്തോട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടി എനിക്ക് 7 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ഇരിക്കണം. മോൾ ഉറപ്പായിട്ടും ആ ഉപവാസത്തിനകത്ത് ഇരിക്കണം, എന്നാലേ നമുക്ക് വഴികൾ തുറക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ സഭയിൽ കൊടുക്കാനുള്ള ദശാംശം എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പിടിയേരി എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ തോളിലിങ്ങനെ തട്ടിയിട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയതാണ്. ഞാനും പഴയതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ശരി പപ്പ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനും പോയി. ഒരു 11-12 ആയപ്പോഴത്തേന് ഞാൻ കേൾക്കുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ ചർച്ചിൽ വെച്ചിട്ട് എൻ്റെ പപ്പ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മാറ്റിപ്പോട്ട് പോയൊരു കാര്യമാണ് ഞാൻ കേട്ടത്. കാരണം ആ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര ദുഃഖമൊക്കെയാണ് കടന്നു വന്നത്. കാരണം എൻ്റെ കൂടെയുള്ള ആൻറ്റിമാരോ എൻ്റെ ബ്രദറൊന്നും പപ്പ പോയ കാര്യം എന്നോട് പറഞ്ഞില്ല. കാരണം ഞാൻ എങ്ങനെ എടുക്കും, ഞാൻ എങ്ങനെ വിഷമത്തിലായി തീരുമെന്നൊന്നും ഉദ്ദേശിച്ച് ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ കുറേ നേരം ഇങ്ങനെ ആയിരുന്നപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒരാശ്വാസ വാക്ക് പറയാൻ പോലും എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും ഭയങ്കര ദുഃഖത്തിലായതുകൊണ്ട് എന്നോട് വന്ന് എങ്ങനെ പറയണം, എന്നോട് എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ആർക്കും അതൊരു വിഷമമായതുകൊണ്ട് ആരും എന്നോട് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് പപ്പയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത്. കാരണം ആ ഒരു സമയത്ത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ അന്ന് ഒരുപാട് കരയുവാനിടയായിത്തീർന്നു, ഒരുപാട് ഭാരപ്പെടുവാനിടയായിത്തീർന്നു. കാരണം എൻ്റെ സെക്കൻഡ് ഇയർ വരെ ഞാൻ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഏറ്റവും ആക്റ്റീവായിട്ട് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം 3rd ഇയർ ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വിഷമം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞാൻ ഗ്രാജുവേഷൻ ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി എൻ്റെ പപ്പയാണ്. ഞാൻ അറ്റൻഡൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് സെക്കൻഡ് ഇയർ വരെ കംപ്ലീറ്റ് ചെയ്യാനിടയായി തീർന്നു. എന്നാൽ 3rd ഇയർ എത്തിയപ്പോഴത്തേന് ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് എൻ്റെ അറ്റൻഡൻസ് ലോ ആയി. ഞാൻ കുറേ ദിവസത്തേക്ക് ക്ലാസ് മിസ്സാക്കി. പപ്പയുടെ മരണം കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേന് എൻ്റെ സെം എക്സാം ആണ്. എനിക്ക് എങ്ങനെ എഴുതണം, എനിക്ക് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാത്തൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല, കാരണം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വീട്ടിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി തീർന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ ആശ്വസിപ്പിച്ചതും എല്ലാം ഇവിടെ ഇരിക്കുന്ന പാസ്റ്ററും പിന്നെ മിനി ചേച്ചി ഇവിടെ ഇല്ല. മിനി ചേച്ചി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം എന്തെങ്കിലും വിശേഷമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും അപ്പം മിനി ചേച്ചി ഞാൻ കോൺടാക്റ്റ് ചെയ്യും. മിനി ചേച്ചി അന്നേരം നല്ല നല്ല കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഈ ഇടയ്ക്കാണ് എൻ്റെ സെം എക്സാം തീർന്നത്. സെം എക്സാം തീരുന്നതിന് അതിനൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അറ്റൻഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങനെയോ അപ്രതീക്ഷിതമായി അത് ക്ലിയർ, അതായത് 75-ന് മുകളിലോട്ട് ഒരു 85% എനിക്ക് അറ്റൻഡൻസ് കിട്ടുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഞാൻ ഇൻറ്റേർണൽ എക്സാം എഴുതി, അത് പെട്ടെന്ന് തന്നെ എനിക്ക് പാസ്സാകുവാനിടയായി തീർന്നു. എന്ന് വെച്ചാൽ ഭയങ്കര എല്ലാം ഒരു മാജിക്കൽ പോലെ എൻ്റെ ലൈഫിൽ നടക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഫൈനൽ എക്സാമിന് പോയി. ഫൈനൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു 10,000 രൂപ എൻ്റെ കോളേജിൻ്റെ ഫീസ് കൊടുക്കാനുണ്ട്. കാരണം
എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ പപ്പ ഫീസിൻ്റെയൊക്കെ എപ്പോഴും ഡ്യൂസ് എല്ലാം കറക്റ്റ് ചെയ്ത് ക്ലിയർ ആക്കി. കാരണം ഒരു ബുദ്ധിമുട്ടും വരാതെ എൻ്റെ സെക്കൻഡ് ഇയർ വരെ ഞാൻ പോയി. എന്നാൽ ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേനും എനിക്ക് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ ഒരു സന്ദർഭത്തിൽ ഞാനാണെങ്കിൽ ഇവിടെ ഡെയിലി വന്ന് ചർച്ചിൽ വരുമ്പോൾ പാസ്റ്ററിനെ കൊണ്ട് ദശാംശം കൊടുത്ത് എന്നും പ്രാർത്ഥിക്കും. കാരണം എനിക്ക് പോക്കറ്റ് മണി കിട്ടുന്നതെല്ലാം ഞാൻ ഇപ്പം ഞായർ തൊട്ടാണെങ്കിൽ തന്നെ അടുത്ത സാറ്റർഡേ വരെയുള്ള പോക്കറ്റ് മണി കിട്ടുന്നതെല്ലാം ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ഞാനതൊരു ബോക്സിനകത്താക്കി എന്നും ചർച്ചിൽ വരുമ്പോഴത്തേന് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ കൊണ്ടുവന്ന് പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ അഡീഷണലായിട്ട് ചിലപ്പോൾ ആൻറ്റിയോ അല്ലെങ്കിൽ അങ്കിളോ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ കൈ തരുന്നത് വരെ ഞാൻ ചിലവാക്കാതെ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ എന്നെ ബൈബിളിനകത്ത് വെച്ച് ഞാൻ അതിങ്ങനെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. എന്നിട്ട് ഡെയിലി ഞാൻ കൊണ്ടുവന്ന് പാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ സെം ഫീസ് അടയ്ക്കാനുള്ള സമയം അടുത്തപ്പോഴത്തേന് എനിക്ക് എവിടെ നിന്നാണെന്നറിയത്തില്ല, എൻ്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസ വരെ എനിക്ക് ദൈവം വളരെയധികമായിട്ട് തുറന്നു തരുവാനിടയായി തീർന്നു. ഒരു ബുദ്ധിമുട്ടും വരാതെ എൻ്റെ സെം ഫീസ് അടയ്ക്കുവാനിടയായി തീർന്നു. കാരണം കൊടുത്താൽ കിട്ടുമെന്ന്, എനിക്ക് കൊടുത്താൽ ഇരട്ടിയായി കിട്ടുമെന്നൊരു ബ്ലെസ്സിങ് എൻ്റെ ജീവിതത്തിൽ ഇടയാകുവാൻ ഇടയായി തീർന്നു. കാരണം നമുക്ക് ഒരു 10 രൂപ കിട്ടിയാൽ പോലും അല്ലെങ്കിൽ ഒരു 5 രൂപ കിട്ടിയാൽ പോലും അത് നമ്മൾ ശേഖരിച്ച് വെച്ച് ദൈവസന്നിധിയിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി കിട്ടുമെന്ന് നമുക്ക് ഷുവറായിട്ട്, നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഇടയായി തീരും. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന ഒരു പോക്കറ്റ് മണി ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്നത് സാലറി ആയിക്കോട്ടെ, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ചേഞ്ചസും ബ്ലെസ്സിങ്സും ചെയ്യുവാനിടയായി തീരുമെന്ന് ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യം പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാം എഴുതി തീർന്നു. സന്തോഷകരമായിട്ട് എൻ്റെ എക്സാം എനിക്ക് എഴുതുവാനിടയായി തീർന്നു. ലാസ്റ്റ് എക്സാമിന് മാത്രം എനിക്ക് ചെറുതായിട്ടൊരു പനിയും ചെറിയ ശരീരത്തിന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാനിടയായി തീർന്നു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞാൻ പോയി സന്തോഷത്തോടെ എക്സാം എഴുതി. ഇനി എനിക്ക് ഗ്രാജുവേഷനുണ്ട്. അതിൽ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഗ്രാജുവേഷന് വേണ്ടി എൻ്റെ കൂടെ പേരൻ്റായിട്ട് വരാൻ പപ്പയില്ല. എന്നാലും വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ഗ്രാജുവേഷന് വരും. ആ ഒരു ഗ്രാജുവേഷനും കൂടെ കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പഠിക്കാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ കരിയറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ സെഷൻ ഞാൻ